അർജന്റീനയെ വരവേൽക്കാൻ വേണ്ടി കൊച്ചിയിൽ 75 കോടി രൂപയുടെ റെനോവേഷൻ ആണ് നടക്കാൻ പോകുന്നത്. എന്താ അല്ലേ? പക്ഷേ ഈ ഒരു അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും. അവിടെ കളിക്കാൻ വരുന്ന ടീമിനും അതിലുപരി അവിടെ കളി കാണാൻ വരുന്ന ഓഡിയൻസിനും ഒരുപോലെ ഗുണമുള്ള ഒരു കാര്യമാണ് ഈ ഒരു റെനോവേഷൻ. സ്റ്റേഡിയത്തിന്റെ റൂഫ് മുതൽ സീറ്റ് വരെയുള്ള എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് സ്റ്റേഡിയം കപ്പാസിറ്റി 30,000 നിന്നും 50,000 ആക്കി ഉയർത്തിയേക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് കുറച്ചും കൂടി പറയാനുണ്ട്. പക്ഷെ അതെന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോയിൽ വേണ്ട, നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ നവംബർ 17 ഒരു ട്രൂ വേൾഡ് ക്ലാസ് സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ അത്രയും തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പെർ ഡേ 2000-ഓളം ആളുകൾ അവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു ചലഞ്ച് അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെമ്പററി സെറ്റപ്പിലേക്ക് ഒതുങ്ങുമോ അത് പെർമനന്റ് സെറ്റപ്പ് ആക്കി മാറ്റുമോ എന്നുള്ളത് മാത്രമാണ്. കാരണം 75 കോടിയൊക്കെ നമ്മൾ ചെലവ് ചെയ്ത് റെനോവേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പെർമനന്റ് ആക്കണം. പക്ഷെ 75 കോടി പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് എത്രത്തോളം നമുക്ക് ഈ വർക്കിൽ കാണിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം കേരള ഗവൺമെന്റ് അല്ലേ, എത്രത്തോളം മുക്കുന്ന നമുക്ക് അറിയില്ല. സോ അർജന്റീനയിൽ നിന്ന് മെസ്സി വരേണ്ടി വന്നു നമ്മുടെ കൊച്ചി സ്റ്റേഡിയം ഒന്ന് നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അർജന്റീന വിതച്ച വിതയാണെങ്കിലും കൊയ്യുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ISL കൂടെയാണ്. അപ്പൊ എന്തായാലും ISL ഇനി ബെസ്റ്റ് സ്റ്റേഡിയം ഏതെന്ന ചോദ്യത്തിന് ഇനി ഇതോടെ ഒരു ഏകദേശ തീരുമാനം എത്തിയിരിക്കുകയാണ്. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ കൊച്ചി സ്റ്റേഡിയം തന്നെ ആയിരിക്കും ഇനി ഈ വർഷത്തെ ബെസ്റ്റ് പിച്ചിനുള്ള അവാർഡ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരും പരിഗണിക്കുക. നമ്മുടെ കൊച്ചു ചാനലാണ്, വളർന്നു വരുന്ന ഒരു ചാനലാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.